പച്ചച്ചക്ക മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി നോക്കൂ. വെറും 5 മിനിറ്റിൽ നല്ല അടിപൊളി മൊരിഞ്ഞ ദോശ നമുക്ക് റെഡിയാക്കാം. കണ്ടല്ലോ, കാണാൻ എന്താ മൊഞ്ചില്ലേ. കഴിക്കാനായിട്ടും ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ചക്ക തന്നെയാണ് കേട്ടോ. പച്ച ചക്ക തന്നെ വേണം ഇതിന്. അപ്പോൾ ചക്കക്കാലൊക്കെ കഴിഞ്ഞ് എല്ലായിടത്തും. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ലാസ്റ്റായി തുടങ്ങി കേട്ടോ, അല്ലാതെ ഒന്നുമില്ല. അപ്പോൾ അതാ ലാസ്റ്റായിട്ട് ഞാനെന്ന് എഴുതി കുറച്ച് ചക്ക കൊണ്ടുള്ള നല്ല മുരിഞ്ഞ ദോശ റെഡിയാക്കിയാലോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരി നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. റേഷൻ കടയിലെ അരിയോ ഏതരി വെച്ചിട്ടും നമുക്ക് ഈ ഒരു അടിപൊളി മുരിഞ്ഞ ദോശ റെഡിയാക്കാം. നന്നായിട്ട് കുതിർത്തിയെടുത്തിട്ടുള്ള പച്ചരി മിക്സിയുടെ ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന ദോശ ഇങ്ങനെ പരത്തുകയാണല്ലോ, ഒരുപാട് വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ ദോശയുടെ ആ ഒരു മാവ് കറക്റ്റായിട്ട് കിട്ടൂല. കുറഞ്ഞ വെള്ളത്തിൽ നന്നായിട്ട് തന്നെ ഫൈനായിട്ട് നല്ല വെണ്ണ പോലെ അങ്ങോട്ട് അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. നമ്മുടെ മാവ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നല്ല തിക്കായിട്ടാണ്. ഇതുപോലെയാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അരിമാവ് ഇവിടെ അരച്ച് റെഡിയാക്കി. ഇനി നമുക്ക് വേണ്ടത് 2 കപ്പോളം ചക്കയാണ് കേട്ടോ. 1 കപ്പ് അരിക്ക് 2 കപ്പ് ചക്ക, അല്ലെങ്കിൽ ഒരു 3 കപ്പ് ചക്ക വരെ നമുക്ക് എടുക്കാവുന്നതാണ്. നല്ല വില കൂടിയ അരിയൊക്കെ ആണെങ്കിൽ ഒരു 3 കപ്പ് ഒക്കെ എടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മളെടുത്തിട്ടുള്ള റേഷൻ കടയിലെ അരിയാണ്. അപ്പോൾ ഒരു 2 കപ്പ് മതി. ചിലപ്പോൾ തമ്മിലിങ്ങനെ ഒരു ഒട്ടൽ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ 2 കപ്പ് ആകുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവാണ്. ചക്കയുടെ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു കുരുവും ചവണിയും ഒക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. എന്നാൽ പിന്നെ മിക്സിക്ക് വലിയൊരു പണിയില്ല, ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് അരിഞ്ഞ് കിട്ടും. നല്ല പച്ച മൂത്ത ചക്ക തന്നെ നോക്കിയെടുക്കണം കേട്ടോ. മഴക്കാലമാണ്, ചക്ക ഇടാൻ മടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരും പുറത്തേക്ക് ഇറങ്ങാതിരിക്കല്ലേ. മഴ ഒന്ന് നിന്നാൽ പോയിട്ട് ചക്ക ഇട്ട് കൊണ്ടുവന്നിട്ട് ഈ ഒരു ഐറ്റം എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. മക്കളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ ഇതുപോലൊരു മുരിഞ്ഞ ദോശയും നല്ലൊരു സിമ്പിൾ ചട്നിയും ഉണ്ടായാൽ അത് മതിയാവും, മനസ്സും വയറും ഒരുപോലെ നിറയാനായിട്ട്. അപ്പോൾ അതാ ഞാൻ അരി അരച്ചിട്ടുള്ള അതേ മിക്സിൻ്റെ ജാറിലോട്ട് തന്നെ 2 കപ്പ് ചക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തു. അപ്പോൾ നമുക്ക് 1/2 കപ്പ് വെള്ളം കൊണ്ട് തികയൂല കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പും കൂടി ഒഴിച്ചിട്ടാണ് ഈ ഒരു ചക്ക നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തത്. ചക്ക അരക്കുന്ന സമയത്തും വെള്ളം കൂടി പോവാതെ ഒന്ന് നോക്കണേ. വെള്ളം കൂടിപ്പോയാൽ രണ്ടിൻ്റെ കറക്റ്റ് ആ ഒരു മാവിൻ്റെ ഒരു രീതി ശരിയായി കിട്ടൂല കേട്ടോ. കണ്ടല്ലോ, ആദ്യം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു. മുഴുവനായിട്ട് ഞാനൊരു 3/4 കപ്പ് വെള്ളത്തിൽ നല്ല ടൈറ്റായിട്ട് നമ്മുടെ ചക്ക ഇവിടെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരിട്ട് തന്നെ നമ്മുടെ അരിമാവിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ചെറിയ കഷ്ണങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. നല്ല രീതിയിൽ തന്നെ അടിച്ചെടുക്കണേ. ഒരു സ്പൂണോ സ്പാച്ചിലൊക്കെ വെച്ചിട്ട് മുഴുവനായിട്ട് മിക്സിയുടെ ജാറിൽ നിന്ന് എടുക്കാം. എന്നിട്ട് രണ്ടും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കണം. ഒന്ന് ഈ സ്പാച്ചിലയോ സ്പൂണൊക്കെ എടുത്തോളൂ കേട്ടോ. കണ്ടല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ മാവ് ഒരുപാട് അങ്ങ് ഒഴിച്ചുള്ള മാവല്ല, അത്യാവശ്യം നല്ല ഇഡ്ഡലി നമ്മുടെ ആ ദോശയൊക്കെ ഉണ്ടല്ലോ, പരത്തുന്ന ദോശ, ആ ഒരു കറക്റ്റാണ് കേട്ടോ. ഒന്ന് തവി വെച്ചിട്ട് ഇളക്കി കാണിച്ചു തരാം, അപ്പോഴേ കുറച്ചും കൂടി അറിയുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് തലേ ദിവസം രാത്രി ഇങ്ങനെ അരച്ച് വെച്ചിട്ട് രാവിലെ ചുട്ടെടുക്കാം. അതല്ലെങ്കിൽ രാവിലെ തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ട് അങ്ങനെയും ചൂടാം കേട്ടോ. അപ്പോൾ തലേന്ന് അരച്ച് വെക്കുകയാണെങ്കിൽ നല്ല ഒന്നുകൂടി നല്ലത് തലേ ദിവസം ഇതുപോലെ അരച്ച് വെക്കുകയാണ്. അരച്ച് വെക്കുമ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് രാവിലെ ചേർത്താൽ മതി. ഒരുപാട് പുളിയുടെ ആവശ്യമില്ലല്ലോ, ചെറിയൊരു പുളി പോലെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രാവിലെയാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ അത് നേരെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. രാവിലെ ആയപ്പോൾ ആദ്യം നമ്മളിന്ന് ഇതിലോട്ട് റെഡിയാക്കാൻ പോകുന്നത് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ജിഞ്ചറിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള ചട്നിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, വയറിനും ആരോഗ്യത്തിനൊക്കെ നല്ലതുമാണ്. അപ്പോൾ അതാ ഇതുപോലൊരു ഇഞ്ചി കഷ്ണം എടുത്തിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ കുറച്ച് 1 ടീസ്പൂണോളം ഉഴുന്നും നമ്മുടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി, 2 വറ്റൽമുളക് ഇവയെല്ലാം ചേർത്തിട്ട്
നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചട്നിക്ക്. ആരെങ്കിലും ഇഞ്ചി കൊണ്ട് ഇതുപോലെയുള്ളൊരു ചട്നി റെഡിയാക്കിയിട്ടുണ്ടോയെന്ന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുള്ള ഉഴുന്നും വറ്റൽമുളകും ഇഞ്ചിയും നമുക്ക് നേരെ ഏകദേശം ഒരു പിടി തേങ്ങയിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. മുഴുവൻ ഞാനിതാ നേരെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർക്കട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും ഒരിച്ചിരി ശർക്കര, ഒരുപാട് ശർക്കര വേണ്ട, 1/2 ടീസ്പൂൺ ശർക്കര മതി കേട്ടോ. കാരണം ഇഞ്ചിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പിന്നെ വറ്റൽമുളകും ചേർത്തുകൊണ്ട് എരിവുണ്ടാവും. അപ്പോൾ ആ എരിവിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഒരിച്ചിരി ശർക്കരയൊക്കെ ചേർക്കുന്നത്. ഓൾറെഡി നമ്മൾ നേരത്തെ തന്നെ ചേർക്കാറുണ്ട് കേട്ടോ. ഇഞ്ചിയുടെ ആ ഒരു ചട്നിയിൽ ശർക്കരയും ചേർക്കാറുണ്ട്. ചേർത്തിട്ട് ചെയ്ത് നോക്കണേ. നമ്മൾ നല്ല ഫൈനായിട്ട് അങ്ങോട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കടുകും കറിവേപ്പിൻ്റെലയും വറ്റൽമുളകൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് അതും കൂടി ഒഴിച്ചാൽ നമ്മൾ അടിപൊളി ചട്നി ഇവിടെ റെഡിയായി. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കട്ടോ. കണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ ഈ ചക്കയുടെ ദോശൻ്റെ കൂടെ സൂപ്പർ കോംബോ ആണ്. അപ്പോൾ രാവിലെയൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്നൊന്ന് മാറ്റി വെച്ചിരുന്നു, തണുപ്പൊക്കെ വിട്ടിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഞാനിവിടെ ഉപ്പിട്ട് കൊടുക്കുന്നത്. ചിലർക്ക് ദോശയ്ക്ക് അത്യാവശ്യം പുളി വേണ്ടി വരും. അങ്ങനെയുള്ളവർ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ, പുറത്ത് തന്നെ വെച്ചോളൂ. പിന്നെ ഉപ്പൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്കൊന്നുകൂടി ഇഷ്ടം ചക്ക കൊണ്ടുള്ള ദോശയ്ക്ക് അത്ര അങ്ങോട്ട് പുളി വേണ്ട, ഒരു ചെറുത്. എന്നാൽ പുളി ഉണ്ടോ ചോദിച്ചാൽ അത്ര പറഞ്ഞാൽ മതി കേട്ടോ, അത്ര മതി. അപ്പം അതിൻ്റെ പേരിലാണ് ഞാനിവിടെ ഫ്രിഡ്ജിലോട്ടൊക്കെ മാറ്റിയിട്ട് രാവിലേക്ക് എടുത്ത് വെച്ച് തണുപ്പ് മാറിയതിന് ശേഷം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയൊരു പണിയൊന്നുമില്ല കേട്ടോ, സിമ്പിളല്ല ഈ റെസിപ്പി, നല്ല രുചിയാണ്. പ്രത്യേകിച്ച് ഷുഗറുള്ള പേഷ്യൻസൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പച്ച ചക്ക കൊണ്ട് ഇതുപോലെയുള്ള ദോശയൊക്കെ റെഡിയാക്കി കൊടുക്കുന്നത് അവർക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. ഷുഗറിൻ്റെ ആ ഒരു രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നോർമലാക്കാനൊക്കെ സഹായിക്കും കേട്ടോ ചക്ക. പച്ച ചക്കക്ക് നല്ല കഴിവുണ്ട് ഷുഗറിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു പാൻ തന്നെയാണ്. നമ്മളിന്ന് ചുടാൻ പോകുന്നതും അത്യാവശ്യം വലിയ ദോശയാണ് കേട്ടോ, നല്ല നൈസായിട്ടുള്ള ദോശ. അപ്പോൾ ഒരു ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് നന്നായിട്ടൊന്ന് അതൊക്കെ ഒന്ന് കളഞ്ഞു കൊടുത്തതിന് ശേഷം ആ ഒരു ചൂടായ ചട്ടിയിലോട്ട് ഓരോ തവി ഒഴിച്ച് കൊടുത്തിട്ട് കനം കുറച്ചൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ്. തവി നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് മാവ് ഒഴിക്കുന്ന സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് വേണം ഒഴിക്കാൻ. എങ്കിലേ നമുക്കിതുപോലെ നൈസായിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. കണ്ടല്ലോ, ഇനി എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിന് മുകളിലായിട്ട് മുരിഞ്ഞ് വരുന്ന താല്പര്യമുള്ളവർക്ക് മാത്രം നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതല്ല അത് കുറച്ചൊരു മുരിച്ചിലൊക്കെ മതി എന്നുള്ളവർക്കാണെങ്കിൽ അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കട്ടോ. ചിലർ വെളിച്ചെണ്ണയൊന്നും തിരിയും തൊടാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും വെളിച്ചെണ്ണയോ നെയ്യൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്തെടുക്കുക. എന്നാലും നല്ല രുചി തന്നെയാണ്. അപ്പം ഞാനൊരു ഇത്തിരി നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. കളറൊക്കെ പെട്ടെന്ന് ചേഞ്ചായി. കനം കുറച്ചിട്ടാണ് കേട്ടോ ഇത് നമ്മളൊന്ന് പരത്തി എടുത്തിട്ടുള്ളത്. ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൽ ഉഴുന്നോ അങ്ങനെയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല, നിങ്ങൾ കണ്ടല്ലോ. എന്നിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ദോശ കിട്ടിയത്. അപ്പോൾ തലേ ദിവസം അരച്ച് വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ രാവിലെയാണ് നിങ്ങൾ അരച്ച് ചുടുന്നുണ്ടെങ്കിൽ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കൽ നിർബന്ധമായിരിക്കും. കാരണം ചിലപ്പോൾ ഇപ്പോൾ തന്നെ അരച്ച അരിയൊക്കെ ആകുമ്പോഴേ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. കിട്ടാനല്ല, നമുക്കിങ്ങനെ പരത്തിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അതിനുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. തലേ ദിവസം ഇങ്ങോട്ട് അരച്ച് വെച്ചോളൂ. എന്തിനാണ് ഇപ്പോൾ വെറുതെ റിസ്ക് എടുക്കണമല്ലേ, ബേക്കിംഗ് സോഡയൊക്കെ എന്തിനാണ് വെറുതെ വയറ്റിക്കാക്കണം. അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള നല്ല ചക്ക കൊണ്ടുള്ള മുരിഞ്ഞ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ചട്നിയും ചായയൊക്കെ റെഡി ആയതിനു ശേഷം മാത്രം ഈ ഒരു ദോശ ചൂടാനായിട്ട് നമുക്ക് ഒരുങ്ങാം കേട്ടോ. കാരണം കുറച്ച് സമയം മാത്രമേ ഇത് ക്രിസ്പി ആയിട്ട് നിൽക്കുള്ളൂ. അതിനുശേഷം ഇത് നല്ല സോഫ്റ്റായിട്ട് മാറും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു 4-5 ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ചുട്ടെടുത്തിട്ടുള്ള ദോശയൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ചൂടോടെ അങ്ങനെ ചുട്ടിട്ട് ഇങ്ങനെ ഓരോന്ന് കഴിക്കാം കേട്ടോ.
അപ്പോൾ ഒരു സൈഡ് ആകുമ്പോഴേക്കും മറ്റേ സൈഡ് കൂടി മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ചക്ക ആയതിൻ്റെ പേരിലാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. അല്ലാത്ത ദോശകളൊന്നും ഇങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ദാ നമ്മുടെ മാവൊക്കെ ഇനിയുണ്ട് കേട്ടോ, ഒരുപാട് കണ്ടല്ലോ. നല്ല അടിപൊളി പ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീയുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതുപോലെ കനം കുറച്ച് പരത്തിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഇനിയിപ്പോൾ ഇത്രയൊന്നും മുരിച്ചിൽ വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ മുരിച്ചിലൊക്കെ ഒഴിവാക്കിയിട്ട് അതിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതാ നമ്മൾ അടിപൊളി ചക്ക കൊണ്ടുള്ള ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചുട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഇത് സോഫ്റ്റായിട്ട് വരും കേട്ടോ. നല്ല സോഫ്റ്റ് പറഞ്ഞാൽ പല്ലില്ലാത്തവർക്ക് പോലും കഴിക്കാൻ പറ്റും. നമുക്കെല്ലാവർക്കും അറിയാം ചക്ക വെന്താൽ നല്ല സോഫ്റ്റ് അല്ലേ, അതുപോലെ തന്നെയാണ് ഈ ഒരു ദോശ കേട്ടോ. എന്നാലോ ഇനിയിപ്പോൾ ക്രിസ്പി ആയിട്ട് കഴിക്കണം താല്പര്യമുള്ളവർക്കാണെങ്കിൽ നേരത്തെ തന്നെ ആ ചുടുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഓരോന്നോരോന്ന് ചുട്ട് ചൂടോട് കൂടിയിട്ട് കഴിക്കാനും നല്ല രുചിയാണ്. അപ്പോൾ നമ്മൾ അടിപൊളി കോംബോ ആയിട്ടുള്ള ഇഞ്ചിയുടെ ചട്നിയും നല്ല അടിപൊളി ചക്ക കൊണ്ടുള്ള ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മഴ ഇങ്ങനെ പെയ്യാണല്ലേ, കൊടും മഴ എന്ന് പറയല്ലേ, എന്താണ് മഴ, കാറ്റും ഒക്കെയാണ്. അപ്പോൾ ചക്ക ഇട്ട് കൊണ്ടുവരാൻ മടിയായിട്ട് ആരും ഇരിക്കരുത്. ഒരു ചക്കയൊക്കെ തൊടുവ് പോയിട്ട് ഇട്ട് കൊണ്ടുവന്നിട്ട് എന്തായാലും കുറച്ച് ചുള പോരെ, 2 ബൗൾ ചുളയൊക്കെ എടുത്തിട്ട് ഇതുപോലൊരു ഐറ്റമൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് നന്നായോ ഇല്ലേ എന്ന് പറയുമ്പോഴാണല്ലോ നമുക്കും തന്നെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടോ, നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ വെക്കണേ. അപ്പോൾ എല്ലാവരോടും